നിർമ്മാണത്തിനും സമഗ്ര കുടിവെള്ള പദ്ധതിക്കും റോഡ് വികസനത്തിനും മുൻഗണന നൽകി നിലമ്പൂർ നഗരസഭ ബജറ്റ് ബഹിഷ്കരിച്ച് UDFും BJPയും. നിലമ്പൂർ നഗരസഭയുടെ 5ാമത്തെ ബജറ്റാണ് നഗരസഭ ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അവതരിപ്പിച്ചത്. 2024-25 ബജറ്റ് മുൻഗണന നൽകുന്ന മേഖലകൾ മതവർണ്ണ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാതരം ജനങ്ങൾക്കും വികസനം എന്ന ലക്ഷ്യത്തോടുകൂടി കഴിഞ്ഞ 4 വർഷമായി നഗരസഭാ കൗൺസിൽ അവതരിപ്പിച്ച ബജറ്റ് നിർദ്ദേശങ്ങളും ഭൂരിഭാഗവും നടപ്പാക്കിയിട്ടുള്ളതാണ്. ഈ ബജറ്റ് ഊന്നൽ നൽകുന്ന പ്രധാന മേഖലകൾ താഴെ പറയുന്നു. കാർഷിക മേഖലയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പുമായി ചേർന്ന് ഒട്ടേറെ പദ്ധതികൾ നഗരസഭ നടപ്പിലാക്കി വരികയാണ്. സമഗ്ര നെൽകൃഷി, വാഴകൃഷി, മട്ടുപ്പാവിൽ അടുക്കളത്തോട്ടം, ഒരു വീട്ടിൽ ഒരു പ്ലാവ് മാവ് പദ്ധതി എന്നിവ നടപ്പാക്കുന്നതിന് ഈ ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭാ പ്രദേശത്തെ കർഷകർ അഭിമുഖീകരിക്കുന്ന പന്നിശല്യം, ആനയുൾപ്പെടെയുള്ള മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യം എന്നിവ തടയുന്നതിന് കൃഷിയിടങ്ങളിൽ സൗരോർജ്ജ വേലി സ്ഥാപിക്കുന്നതിന് തുക വകയിരുത്തിയിട്ടുണ്ട്. ശുചിത്വം, മാലിന്യ സംസ്കരണം, മാലിന്യം അലക്ഷ്യമായി വലിച്ചെറിയുന്നത് തടയുന്നതിനായി കൂടുതൽ സ്ഥലങ്ങളിൽ CCTV സ്ഥാപിക്കുന്നതിന് ഈ ബജറ്റിൽ 30 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഹരിതകർമ്മസേനയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിന് വേണ്ടി KSWMP പദ്ധതിയിൽപ്പെടുത്തി വാഹനം വാങ്ങുന്നതിന് 15 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഹരിതകർമ്മസേന വാഹനങ്ങൾക്ക് വാടക നൽകുന്നതിനും തുക വകയിരുത്തിയിട്ടുണ്ട്. അജൈവ മാലിന്യ ശേഖരണത്തിനായി നഗരസഭ 3 വാഹനങ്ങൾ വിവിധ വാർഡുകളിലേക്ക് ദിനംപ്രതി അയച്ചു വരികയാണ്. മാലിന്യമുക്ത നവകേരളം എന്ന സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയിലൂടെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഹരിതകാന്തി പദ്ധതി സമ്പൂർണ്ണ വിജയത്തിലേക്ക് അടുക്കുകയാണ്. അജൈവ മാലിന്യ ശേഖരണ സംസ്കരണ മേഖലയിലും നാം മികച്ച കാൽവെപ്പുകൾ നടത്തി കഴിഞ്ഞു. 50ഓളം ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിൽ 33 വാർഡുകളുടെ വീടുകളിലും വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളിലും ഏറ്റവും കുറഞ്ഞ 40 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഹരിതകർമ്മ സേന വിഭാഗം എത്തി മാലിന്യ ശേഖരണം നടത്തുന്നുണ്ട്. ആരോഗ്യം, സമഗ്ര ക്യാൻസർ ജീവിതശൈലി രോഗ നിർണയ പരിപാടിക്കായി ആരോഗ്യവേദി എന്നുള്ള പദ്ധതിക്കായി 3 ലക്ഷം രൂപ വകയിരുത്തുന്നു. വയോമിത്രം പദ്ധതിയിലേക്ക് മരുന്ന് വാങ്ങി നൽകൽ എന്ന പദ്ധതിക്കായി 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഡയാലിസിസ് രോഗികളുടെ ധനസഹായമായി 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. കുടുംബശ്രീ, ആശാ വർക്കർ, അംഗനവാടി, തൊഴിലുറപ്പ്, ഹരിതകർമ്മസേന എന്നിവർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിക്കും ഈ ബജറ്റിൽ തുക വകയിരുത്തുന്നു. നിലമ്പൂർ നഗരസഭയുടെ 2024-25 വർഷത്തെ പുതുക്കിയ ബജറ്റും 2025-26 മതിപ്പ് ബജറ്റുമാണ് അവതരിപ്പിച്ചത്. 18,18,528 രൂപ നീക്കിയിരിപ്പുള്ള മതിപ്പ് ബജറ്റാണ് അവതരിപ്പിച്ചത്. സമസ്ത മേഖലകൾക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ജനക്ഷേമകരമായ ബജറ്റാണ് LDF ഭരണസമിതിക്ക് വേണ്ടി അരുമ ജയകൃഷ്ണൻ അവതരിപ്പിച്ചത്. സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് 10 കോടി നീക്കിവച്ചിട്ടുണ്ട്. വിവിധ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് 3.5 കോടിയും വിവിധ റോഡുകളുടെ നിർമ്മാണത്തിന് 2.5 കോടിയും മാറ്റിവച്ചിട്ടുണ്ട്. ഭവനരഹിതരായ 250 പേർക്ക് വീട് നിർമ്മിക്കുവാൻ 5 കോടിയും നീക്കിവച്ചിട്ടുണ്ട്. ലഹരി വിമുക്ത നിലമ്പൂരിന്റെ ഭാഗമായി 6 ലക്ഷം രൂപ കൗൺസിലിംഗ് സെന്റർ, യൂത്ത് ബ്രിഗേഡ് എന്നിവയ്ക്ക് മാറ്റിവച്ചിട്ടുണ്ട്. 60 കഴിഞ്ഞ വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റ് നൽകാൻ 5 ലക്ഷം, സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സഹായമായി 18 ലക്ഷം, ആശാ വർക്കർമാർക്ക് ടാബ്, അംഗനവാടി വർക്കർമാർക്ക് ടാബ് എന്നിവയ്ക്ക് 5 ലക്ഷം വീതവും നീക്കിവച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപേയുള്ള ഈ ബജറ്റ് എല്ലാ മേഖലയും പരമാവധി ഉൾപ്പെടുത്തുവാനും ജനപ്രിയമാക്കുവാനും കഴിയുന്ന വിധത്തിലാണ്. കാർഷിക ആരോഗ്യ മേഖലകൾക്കും പരിഗണന നൽകിയിട്ടുണ്ട്. ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം നടത്തിയ ആമുഖ പ്രസംഗത്തിൽ 4.5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ എടുത്തുകാട്ടി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണന് ബജറ്റ് അവതരിപ്പിക്കുവാൻ ധാർമ്മിക അവകാശമില്ലെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് അംഗങ്ങളും ബജറ്റ് അവതരണത്തിൽ നിന്നും ഇറങ്ങിപ്പോയി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്രാം തീയതി ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള വാർത്ത പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ കൂടി അറിഞ്ഞതാണ്. 11 മണിക്ക് ബഡ്ജറ്റ് അവതരിപ്പിച്ച സമയത്ത് തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിക്കുന്ന സമയമുണ്ടായി. അതിനുശേഷം ഉച്ച കഴിഞ്ഞ് ചർച്ചയ്ക്ക് വേണ്ടി വന്നപ്പോൾ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു എന്ന കാരണത്താൽ ആ ചർച്ച ഇല്ലാതെ മുന്നോട്ട് പോയി. കാലേ കൂട്ടിക്കൊണ്ട്
ഇത്രാം തീയതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചിട്ടും അന്നേ ദിവസം ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ഒരു തെറ്റായ കീഴ്വഴക്കം ആണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ബഡ്ജറ്റ് ചർച്ച കൂടാതെ അവതരിപ്പിച്ച് പാസാക്കിയെടുക്കാൻ പാടില്ല എന്നുള്ളത് നിയമത്തിൽ വളരെ വ്യക്തമായിക്കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചർച്ച കൂടാതെയാണ് ആ ബഡ്ജറ്റ് പാസാക്കിയിരിക്കുന്നത്. ഇതിന്റെ സാങ്കേതികമായ വശങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഓംബുഡ്സ്മാന് ഞങ്ങൾ പരാതി കൊടുക്കുകയും ഓംബുഡ്സ്മാൻ ഞങ്ങളുടെ പരാതി ശരിവെക്കുകയും ബഡ്ജറ്റ് അവതരിപ്പിച്ച വ്യക്തിയും അതിനെ അനുകൂലിക്കുന്ന വ്യക്തികളും സെക്രട്ടറിയും അടക്കം 2 ആഴ്ചക്കാലത്തെ പ്രത്യേകമായ ട്രെയിനിങ്ങിന് വിധേയരാകണം എന്നുള്ള ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അത് ഓർഡറാവുകയും ചെയ്തു. അത് നടപ്പാക്കുവാൻ മേഖല മുനിസിപ്പൽ ഡയറക്ടർ ജോയിന്റ് ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇന്നേ വരെ ആ ഓംബുഡ്സ്മാന്റെ വിധി നടപ്പാക്കുവാൻ ഈ മുനിസിപ്പാലിറ്റി തയ്യാറായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ തുടർന്നുള്ള എല്ലാ ബഡ്ജറ്റുകളും ഞങ്ങൾ ബഹിഷ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ജനതാദൾ എസ് അംഗം ഇസ്മായിൽ എരഞ്ഞിക്കൽ ബജറ്റിലെ പദ്ധതികൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുന്നുവെന്ന് ചർച്ചയിൽ പറഞ്ഞു. മുൻകാലത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചതും നടപ്പാക്കാത്തതുമായ പദ്ധതികൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. പ്രതിപക്ഷത്തിന്റെ അസാന്നിധ്യത്തിൽ ബജറ്റ് പാസാക്കി പിരിഞ്ഞു. SS Gold, Pure Gold. SS Group, Nilambur.